നമ്മൾ കോടതികളിൽ ഗാന്ധിജിയുടെ ചിത്രമൊക്കെ വെക്കുന്നതിന്റെ റീസൺ എന്താ? കോടതികളിൽ ജയിലിൽ വെക്കുന്നതിന്റെ റീസൺ കള്ളം പറയണമെന്നുള്ളതാണ്. അന്നത്തെ ദിവസം ഓർത്തെടുക്കാൻ പറ്റുമോ? മുൻപിലിരുന്ന ആള് ഇത്ര നൈവാണോ, രാഹുൽ ഈശ്വർ ഇത്ര നൈവാണോ, നിങ്ങൾക്ക് ഇത്ര അറിയില്ല അറസ്റ്റ് ചെയ്യും എന്നല്ല. ജാമ്യം നിഷേധിക്കുന്ന സ്റ്റേജിൽ എന്ത് കള്ളവും പറയാം. റിപ്പോർട്ട് കിട്ടിയ സാധനം എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല, ഞാൻ തിരിച്ചയച്ചു എന്ന് പറഞ്ഞോ? വളരെ സുതാര്യതയോട് നടക്കേണ്ട കോടതി വ്യവഹാരങ്ങൾ കൃത്യമായിട്ട് മറ്റു പലർക്കും വേണ്ടി മാറ്റപ്പെടുന്നു എന്ന് ചിന്തിക്കേണ്ടി വരികയല്ലേ? ദിലീപിന്റെ ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനം ഉണ്ടല്ലോ, അതായത് കൃത്യമായിട്ട് കെട്ടിച്ചമച്ച തെളിവുകളാണെന്നുള്ള യാഥാർത്ഥ്യം ഉണ്ടല്ലോ. മുകളിൽ നിന്നൊരു ഉത്തരവ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ. ഇതാണ് ആ ഫോട്ടോ. ദിലീപ് 4 പോലീസുകാരെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്ന ഒരു കേസുണ്ട്. അതിനിതുവരെ കേസെടുത്തിട്ടില്ല. രാഹുൽ ഈശ്വർ ഒരു പെൺകുട്ടിക്കെതിരെ പറഞ്ഞു എന്ന് വ്യാജ പ്രചാരണം പോലീസ് അഴിച്ചുവിട്ട് എനിക്കെതിരെ കേസെടുത്ത് ഞാൻ 16 ദിവസം ജീവിക്കും.